വീണ്ടും വാർത്തകളിലേക്ക്. പൂട്ടിക്കിടക്കുന്ന പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികൾക്ക് ഇരുട്ടടിയായി ഏജന്റുമാരുടെ പകൽക്കൊള്ള. തൊഴിലാളികൾ നുള്ളുന്ന പച്ചക്കൊളുന്തിന് ന്യായവില നൽകുന്നില്ലെന്നാണ് ആരോപണം. വേനൽ മഴയിൽ ഉത്പാദനം വർദ്ധിപ്പിച്ചതോടെ പ്രതീക്ഷയിലായിരുന്നു തൊഴിലാളികൾ. അതിനിടയിലാണ് വില കുറച്ചുള്ള ഏജന്റുമാരുടെ നടപടി. ഉപ്പുതറ ചീന്തലാർ ഡിവിഷനിൽ 1 കിലോ കൊളുന്തിന് 20 രൂപ വില നൽകുമ്പോൾ തൊട്ടടുത്ത പുതുക്കടൽ ലോണ്ടറി ഡിവിഷനുകളിൽ 15 രൂപയാണ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്. വാഹനം ഉൾപ്പെടെയുള്ള ചെലവുകളും ലാഭവും കണക്കാക്കി ഫാക്ടറി വിലയിൽ നിന്നും 4 രൂപ താഴ്ത്തിയാണ് തൊഴിലാളികളിൽ നിന്നും ഏജന്റുമാർ വർഷങ്ങളായി കെളുന്ത് വാങ്ങുന്നതെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കെളുന്ത് തൂക്കുന്നതിലും കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനും ട്രേഡ് യൂണിയൻ നേതൃത്വം പ്രാദേശികമായി കൺവീനർമാരെ ചുമതലക്കാരായി നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ ഡിവിഷനുകളിലും ഏകീകരിച്ച വിലയാണ് നൽകിയിരുന്നത്. എന്നാൽ ഏതാനും ദിവസങ്ങളിലായി പുതുക്കുടിയിലും ലോണ്ടറിയിലും 4-5 രൂപ വില കുറച്ചാണ് ഏജന്റുമാർ കെളുന്ത് വാങ്ങുന്നത്. ഈ ചൂഷണത്തിന് പ്രാദേശിക കൺവീനർമാരും കൂട്ടുനിൽക്കുന്നതായാണ് ആരോപണം. അതേസമയം വിവരം പുറത്തു പറഞ്ഞാൽ കൊളുന്ത് വാങ്ങാൻ ഏജന്റുമാർ തയ്യാറാകില്ലെന്ന ഭയവും തൊഴിലാളികൾക്കുണ്ട്. 18 രൂപ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇത് കുറേ സീസൺ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 10 രൂപയ്ക്കും 8 രൂപയ്ക്കും താഴെയാണ് പോകുന്നത്. ഏജന്റുമാരെ തീരുമാനിക്കുന്ന വിലയാണ്. തൊഴിലാളികൾക്ക് സത്യസന്ധമായിട്ട് അവർ ക്യാഷ് കൊടുക്കുന്നില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല. കൊടുക്കുന്നത് മേടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ദാരിദ്ര്യ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ 15 ദിവസം മുമ്പ് മഴ പെയ്തായിരുന്നു. ഇപ്പോൾ ഇച്ചിരി അരുമ്പൊക്കെ കയറി വരുന്നുണ്ട്. അത് കയറി വരാൻ നേരത്ത് 18 രൂപ എന്ന് പറയുന്നത് താഴോട്ട് ഒരു 8 രൂപയ്ക്ക് 7 രൂപയ്ക്കൊക്കെ ചോദിക്കും. പിന്നെ എടുക്കാൻ ആളും കാണത്തില്ല. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2000 മുതൽ പൂട്ടിക്കിടക്കുന്ന പീരുമേട് ടീ കമ്പനിയുടെ ചീന്തലാഗ് ലോണ്ടറി തോട്ടങ്ങളിൽ തൊഴിലാളികൾക്ക് കെളുന്തുനുള്ളി വിൽപ്പന നടത്തിയാണ് ഈ കുടുംബം പോറ്റുന്നത്. ഈ പട്ടിണി പാവങ്ങളോടാണ് ഏജന്റുമാരുടെയും ട്രേഡ് യൂണിയൻ ചുമതലപ്പെടുത്തിയ പ്രാദേശിക കൺവീനർമാരുടെയും നടപടി. വേനൽ മഴയിലും ഉൽപാദനം വർദ്ധിപ്പിച്ചതോടെ പ്രതീക്ഷയിലായിരുന്നു തൊഴിലാളികൾ. അതിനിടെയാണ് വില കുറച്ച് കൊളുന്ത് വിൽക്കേണ്ടി വരുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.